ഖൽബിൽ കനലായി എരിയുന്ന നമ്മുടെ കരളിന്റെ കഷ്ണം അരികിൽ അബ്ദുൽ ഷുക്കൂറിന്റെ വേർപാടിന് 4 ആണ്ട് തികയുകയാണ്. മലയാളി മനസ്സുകളിൽ നിന്ന് ഒരിക്കലും അണഞ്ഞു പോകാത്ത ഷുക്കൂർ എന്ന നേർമല്ലമൂലും പൂവിന്റെ നോവുന്ന ഓർമ്മകളെ വേദനയോടെ ഒപ്പം പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ നിന്ന് അടർത്തിയെടുക്കുകയാണിവിടെ. സമർപ്പണം KMCC നെറ്റ് സോൺ IUML. മരങ്ങൾ എന്നും കുളിരും കുളിർമയുമാണ് സമ്മാനിക്കാർ. തളിർത്തു നിൽക്കുന്ന പച്ചിലച്ചാർത്തുകൾ മണ്ണും മനസ്സും തരളിതമാക്കും. മഞ്ഞിന്റെ തണുപ്പിലും വേനലിന്റെ വെയിലിലും അങ്ങനെ ഏത് സാഹചര്യത്തിലും മരങ്ങൾ മനുഷ്യന് സഹചാരിയാണ്. തണൽ തരുന്ന മരച്ചില്ലുകളിൽ ആവശ്യവും ആനന്ദവുമാണ്. ചുട്ടുപൊള്ളുന്നിടത്ത് തപിക്കുന്ന നേരത്താണ് മരത്തണൽ എത്തിച്ചതെങ്കിൽ അതിൻ്റെ തണലിന് ആശ്വാസത്തിന്റെ നിഴലാകും ഉണ്ടാവുക. എന്നാൽ അരികിൽ കുതിരപ്പുറം പുഴയോരത്തെ ബദാമിന്റെയും കാറ്റാടിയുടെയും മരത്തണലിൽ ഇത്തിരി നേരം ഇരുന്നാൽ ഓർമ്മകൾക്ക് ചൂടുപിടിക്കും, അറിയാതെ ഉള്ളം തപിക്കും. ആ തണൽ പിന്നെ ഒരു കിരാതവേട്ടയുടെ നെഞ്ചു പിളർക്കുന്ന കഥനത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മെ അത് തഴുകിക്കൊണ്ടുപോകും. ഇത്തിരി ആശ്വാസത്തിനു പകരം ഒത്തിരി നിശ്വാസങ്ങളെ തരൂ. തഴുകുന്ന കാറ്റിനും ഒഴുകുന്ന പുഴക്കും നമ്മേക്കാൾ ഓർമ്മയുണ്ടാകും അയവിറക്കാൻ. മകൻ നഷ്ടപ്പെട്ട മാതാവിനൊപ്പം മൂകതയിൽ ഒപ്പം ചേർന്ന് കാറ്റിനും പുഴക്കും ഇന്ന് ചേർത്ത് പറയാനുള്ളത് ഒരൊറ്റ കഥ മാത്രം. ആരുമറിയാതെ നടന്നു പോകവേ ഒരു നാൾ അരികിൽ എന്ന കൊച്ചുനാട്ടിൽ എല്ലാവരുടെയും അരികിലേക്ക് പാറി വന്ന് മലയാളി മനസ്സിൽ നിഷ്കളങ്കതയുടെ പുഞ്ചിരി തൂകി നിൽക്കുന്ന അരികിൽ അബ്ദുൽ ഷുക്കൂറിന്റെ കണ്ണുനീർ ചാലിച്ച കഥ മാത്രം. ഒരു ഫെബ്രുവരി 20 കൂടി കടന്നു വരുമ്പോൾ കരളിൽ കനവിന്റെ കനികയില്ലാത്ത കശ്മളർ കാട്ടിയ കിരാതകർമ്മത്തിന്റെ കെടാത്ത നോവ് കൊണ്ട് കനലരുകയാണ് ആ മരച്ചുവടകൾ. കാലത്തിന്റെ കവിൾത്തടത്തിൽ കഥനത്തിന്റെ കണ്ണുനീർ കൊണ്ട് കരുവാളിപ്പിച്ച് മനുഷ്യത്വത്തിന്റെയും മാന്യതയുടെയും രാഷ്ട്രീയത്തിന് കളങ്കം വരുത്തിയതിന്റെ കൈപ്പോർമകളാണ് ഷുക്കൂർ നട്ടുനനച്ച് വളർത്തിയ മരങ്ങളുടെ ഇലയനക്കത്തോടൊപ്പം തികട്ടിവരുന്നത്. അന്നൊരു ഫെബ്രുവരി 20 തിങ്കളാഴ്ച CPM ജില്ലാ സെക്രട്ടറിയും സ്ഥലം MLAയും അരികിൽ പ്രദേശത്ത് നടത്തിയ സന്ദർശനത്തിനിടെ അവരുടെ വാഹനം അൻസാർ എന്ന ചെറുപ്പക്കാരനെ തട്ടിയതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി വാക്ക് തർക്കമാകുന്നു. നിസ്സാരമായ അനിഷ്ട സംഭവങ്ങൾ നടക്കുകയാണ്. ഈ സമയത്ത് ഷുക്കൂർ വീട്ടിലായിരുന്നു. BA അറബിക്ക് പൂർത്തിയാക്കിയെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് പാസ്സായിട്ടില്ല. പരീക്ഷ എഴുതണം. അപേക്ഷ നൽകേണ്ട അവസാന ദിനം 23-നാണ്. പിറ്റേന്ന് CPM ഹർത്താൽ പ്രഖ്യാപിച്ചതറിയുന്നു. വീട് വിട്ടിറങ്ങിയ ഷുക്കൂർ തന്റെ സുഹൃത്തുക്കൾ തോണിയിൽ കയറുന്നത് കണ്ട് കൂടെ കയറി. ചെറുകുന്നിൽ പോയി അപേക്ഷ അയക്കാമെന്ന് കരുതിയാണ് കൂട്ടുകാരായ സക്കരിയ, അയ്യൂബ്, ഹാരിസ്, സലാം എന്നിവർക്കൊപ്പം തോണിയിൽ കയറിയത്. പിന്നെയെല്ലാം ഇരുട്ടുമൂടിയതുപോലെ. ആരും ഓർക്കാൻ കൊടുത്തിക്കാത്ത, എന്നാൽ മായിച്ചാൽ മായാത്ത മുറിവ് തീർത്തത് ആ നിമിഷങ്ങളിലായിരുന്നു. കേട്ടുകേൾവിയില്ലാത്ത ക്രൂരത നടന്നത് പിന്നെയായിരുന്നു. സക്കരിയ, അയ്യൂബ് തുടങ്ങിയവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ആയുസ്സിന്റെ ദൈർഘ്യം കൊണ്ട് മാത്രമാണ്. അവിടെ നടന്ന മൃഗീയരങ്ങളുടെ നടുക്കും ഓർമ്മകൾ അവരുടെ മനസ്സിൽ നിന്ന് ഇന്നും മാഞ്ഞു പോയിട്ടില്ല. ജ്യേഷ്ഠൻ ദാവൂദിന്റെ കേണപേക്ഷയിൽ മനസ്സലിയാതെ ഒരുപാട് ഐഡന്റിഫിക്കേഷന് ശേഷം ഷുക്കൂറിനെ ഇല്ലാതാക്കുകയായിരുന്നു. എന്തിനവർ എൻ്റെ മോനെ ഇല്ലാതാക്കി എന്ന ആത്തിക ഉമ്മയുടെ ഗദ്ഗതം ഇന്ന് നോവിന്റെ നൊമ്പരം തീർക്കുകയാണ്. ഭക്ഷണം വിളമ്പി വെച്ച് കാത്തുനിന്ന ആ ഉമ്മയുടെ മുന്നിലേക്ക് ജീവൻ കഷ്ണിച്ചെടുത്ത പൊന്നുമോന്റെ ശരീരവുമായി കടന്നു ചെല്ലുമ്പോൾ ആ മാതൃ നയനത്തിൽ നിന്നിറ്റി വീണ കണ്ണുനീർ ഇന്നും ഉണങ്ങിയിട്ടില്ല. കളിക്കിടെ പരിക്കു പറ്റിയ സുഹൃത്തിനെയും കൂട്ടിപ്പോകുന്ന കൂട്ടുകാർക്കൊപ്പം അപേക്ഷ കൊടുക്കുവാൻ വള്ളുവൻ കടവിലേക്ക് തോണിത്തൊഴുകുമ്പോൾ ആ നിർമ്മല മനസ്സ് നനച്ചിരിക്കില്ല. തന്റെ ജീവൻ പങ്കായം തച്ചു തകർക്കാൻ മറുകരയിൽ കാപാലികർ തക്കം പാത്തിരിക്കുന്നുവെന്ന്. ജീവനം കൊണ്ട് അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയിട്ടും കനവിന്റെ നനവില്ലാത്ത ആക്രമികൾ വിട്ടില്ല. അഭയം നൽകിയ വീട്ടുകാർക്ക് ഭീഷണി ഉയർന്നപ്പോൾ വീട് വിട്ടിറങ്ങി പാടത്തേക്ക് പാഞ്ഞപ്പോൾ പാടത്തുനിന്ന് നെൽക്കതിർ കൊയും ലാഘവത്തിൽ CPM കശ്മളർ ആ കൊച്ചു ജീവൻ കൊയ്തിട്ട് മറിയുകയായിരുന്നു.
നിഷ്ക്രിയരായ നിയമപാലകർ ഒരൽപ്പം ജാഗ്രതയും ഇത്തിരി വേഗതയും കാണിച്ചിരുന്നുവെങ്കിൽ കാലം മറക്കാത്ത ആ ക്രൂരകൃത്യത്തിന് അവർക്ക് സാഹചര്യം കിട്ടില്ലായിരുന്നു. വിദ്യാർത്ഥി ആയിരുന്നിട്ട് പോലും നല്ല നേതൃഗുണം കൊണ്ടും പക്വമായ ഇടപെടൽ കൊണ്ടും ഇതിന് മേമ്പോട്ടി ചേർത്ത സുസ്മേര സംസാരം കൊണ്ടും നാട്ടുകാർക്ക് പ്രിയങ്കനായി മാറുകയായിരുന്നു ഷുക്കൂർ. കമ്മ്യൂണിസ്റ്റുകാരനായ പിതാവിന്റെ മകൻ സി.എച്ച്. മുഹമ്മദ് കോയയെ മനസ്സിൽ ഏറെ താലോലിച്ച പ്രിയ ഷുക്കൂർ തന്റെ പ്രവർത്തന മേഖല മതരാഷ്ട്രീയ ജാതി വ്യത്യാസമില്ലാതെ മാനുഷിക പരിഗണന വെച്ച് വിശാലമാക്കിയതായിരുന്നു. അതുകൊണ്ടായിരിക്കണം കൊല്ലപ്പെടുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണിയമ്മ എന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവി കൂടിയായ ഒരു വിധവക്ക് സഹായം ചെയ്തു കൊടുക്കേണ്ടതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ആലോചിച്ചത്. വിശാലമായി പറക്കാൻ കൊതിച്ച ഒരു വെള്ളരിപ്രാവിനെ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ മാനിഷാദ പറയാൻ മാത്രം മനുഷ്യപ്പറ്റുള്ള ഒരാളും ഉണ്ടായില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിൽ മാനുഷിക നിറമുള്ളവർ അന്ന് പരിഭ്രമിച്ചു പോയത്. ഒരിക്കൽ ഒരു പെരുന്നാൾ തലേനാളിൽ ഷുക്കൂറിന്റെ ചിന്തകൾ എൻഡോസൾഫാൻ ബാധിതരെക്കുറിച്ചായിരുന്നു. MSF സംസ്ഥാന തലത്തിൽ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യവും സഹായനിധി സ്വരൂപണവും മാത്രമായിരുന്നു അവന്റെ മനസ്സ് നിറയെ. ആഘോഷ നിമിഷങ്ങളിൽ സുഹൃത്തുക്കളോട് നോവുന്നവരെ ഓർത്ത് അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുകയായിരുന്നു. അതിനിടയിൽ പെരുന്നാൾ ദിനത്തിൽ തനിക്ക് ധരിക്കുവാൻ പുതുവസ്ത്രം വാങ്ങാൻ മറന്നതും പെരുന്നാളിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് സുഹൃത്തുക്കൾക്ക് വഴങ്ങി വസ്ത്രം വാങ്ങിയതും അടുത്തുള്ള സുഹൃത്തുക്കൾ ഓർത്തെടുക്കുമ്പോൾ ഷുക്കൂർ കൊണ്ടു നടന്ന നന്മ മാത്രമാണ് തെളിഞ്ഞു കാണുന്നത്. പഠനത്തിൽ പിന്നോട്ടു പോയവരെ തിരഞ്ഞു പിടിച്ച് നൈറ്റ് ക്ലാസ് സംഘടിപ്പിച്ചും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സഹായ സഹകരണങ്ങൾ ചൊരിഞ്ഞും ചെറിയ ഹൃദയത്തിലെ വലിയ സ്വപ്നങ്ങൾ നിറച്ച വിദ്യാർത്ഥി നേതാവായിരുന്നു ഷുക്കൂർ. MSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ തളിപ്പറമ്പ് മണ്ഡലം ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. പ്രിയ ഷുക്കൂർ പ്രകൃതി സ്നേഹിയായിരുന്നു. കൊച്ചു ചെടികളും പൂക്കളും കൂട്ടുകാരായിരുന്നു അവന്. കൊച്ചുനാളിലെ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമായിരുന്നു. നാട്ടിലെ പാതയോരത്ത് എത്രയധികം മരങ്ങളാണ് ഷുക്കൂർ നട്ടുപിടിപ്പിച്ചത്. ഇന്ന് അവകൾ പ്രകൃതി ഭംഗി തൂകി തണൽ വിരിച്ച് നിൽക്കുമ്പോഴും ഇലയനക്കങ്ങളിൽ കേൾക്കുന്ന മർമ്മരം ഇനിയൊരിക്കലും താലോലിക്കാൻ ഷുക്കൂർ വരില്ല എന്ന നൊമ്പരമാണ്. കൂട്ടുകാർക്കൊപ്പം ടൂർ പോകുമ്പോൾ ഷുക്കൂറിനെന്നും പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് പറയാനുണ്ടാവുക. പ്രകൃതി ആസ്വാദനത്തിന് പുറമെ പഠനത്തിന് സഹായിക്കുന്ന സ്ഥലങ്ങളാവും. വെറുതെ ഒരു യാത്രയ്ക്ക് പകരം പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്ന ഇടങ്ങളിലേക്കായിരുന്നു അവന്റെ യാത്രകൾ കൂടുതലും. സ്വന്തം നാട്ടിലെ മുസ്ലിം യൂത്ത് സെന്റർ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന കാലം പാവങ്ങൾക്ക് സഹായം കൊടുക്കുവാൻ തീരുമാനിക്കുകയാണ്. ഭക്ഷണ കിറ്റ് നൽകാനായിരുന്നു തീരുമാനം. അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുത്തു. അതിൽ 5ഓളം ഹൈന്ദവ കുടുംബം, അതിൽ തന്നെ നാട്ടിലെ സഖാക്കളുടെ കുടുംബം ലിസ്റ്റിൽപ്പെട്ടിരുന്നു. സംഘത്തിലെ ചിലർ സഖാക്കൾക്കെന്തിനു കൊടുക്കണം എന്ന് സംശയം ഉയർത്തിയപ്പോൾ അവരും മനുഷ്യരല്ലേ എന്ന് തിരുത്തിയത് ഷുക്കൂറായിരുന്നു. കയ്യിലെ കൊടിയുടെ നിറം പോലെ പച്ചയായിരുന്നു അവന്റെ മനസ്സും. മനുഷ്യത്വം മരവിച്ച കഴുകന്മാർ ആ ചെറുജീവൻ കൊത്തിമറയുമ്പോൾ അവരുടെ കൈത്തണ്ടയിൽ പുരണ്ട രക്തവർണം പോലെയാണ് അവർ പിടിച്ച കൊടിയുടേതെന്നറിയുന്നത് അപ്പോഴാണ്. ആ കിരാതകർമ്മത്തിന് മൂകസാക്ഷ്യം വഹിച്ച വള്ളുവൻ കടവിലെ പുൽക്കൊടി തുമ്പ് പോലും കണ്ണുനീർ വാർത്തു. പാർട്ടി കോടതി നടപ്പിൽ വരുത്തുന്നത് കണ്ടുനിന്നവരിൽ 100-ലധികം പേരുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒത്തിരി മനുഷ്യജന്മങ്ങൾക്കായി പേറ്റുനോവനുഭവിച്ച അമ്മമാരും ഉണ്ടായിരുന്നു. ഇത് നേരിൽ കാണുവാൻ കഴിയാത്തതിനാലാവണം പാടവരമ്പത്തെ കൊക്കുകൾ ആർത്തു കരഞ്ഞ് പാറിയകന്നത്. ആ ദാരുണമായ വേർപാടിന് 4 ആണ്ട് തികയുന്ന നോവോർമ്മയുടെ നാൾ കടന്നു വരുമ്പോൾ കൊലക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്ക്, ഹൃദയമില്ലാത്ത നരാധമർക്ക് നിദ്രാവിഹീന രാത്രികൾ സമ്മാനിക്കും വിധത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഷുക്കൂറിന്റെ മാതാവടക്കം ഉന്നയിച്ച CBI അന്വേഷണം ആവശ്യം ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. കനൽക്കട്ട കോരിയിടുന്ന ഓർമ്മകൾക്ക് ഇവിടെ അർദ്ധവിരാമമിടുമ്പോൾ ഷുക്കൂർ ഒരു പെരുന്നാൾ ദിനത്തിൽ MSF പുറത്തിറക്കുന്ന സപ്ലിമെന്റിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോൾ സപ്ലിമെന്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കൂട്ടുകാർക്ക് അരികിൽ വന്ന് കശ്മളർ അരിഞ്ഞു വീഴ്ത്തിയ പട്ടുവത്തെ പാവം അൻവറിനെ കുറിച്ച് ഓർമ്മയുടെ അക്ഷരങ്ങൾ മഷിപുരളണം, മൂർച്ചയുള്ള വാക്കുകൾ തന്നെ വേണം എന്ന് പറഞ്ഞത് ഷുക്കൂർ.
നീ പകർന്ന ധൈര്യം ആർദ്രതയുടെ നിലാപ്പൊഴിക്കുമ്പോഴും നിന്റെ മനസ്സിലെ ആർജവത്തിന്റെ ഇടിമുഴക്കം കേട്ടത് അന്നായിരുന്നു. ഇന്നിതാ CBI അന്വേഷണം എന്ന് ഇടിമുഴങ്ങിയതേയുള്ളൂ. ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ നാളുകളായി ഉരുണ്ടുകൂടിയ നൊമ്പരക്കാർമേഘം പെയ്തൊഴുകയാണ്. ആരുമറിയാത്ത അരികിൽ ആയിരുന്നിട്ടും ആരുടെയും അരികിലായി നീ മാറിയതിൻ്റെ പ്രകടനമായി മിന്നൽ പിണർ പോലെ മിന്നിമറയുന്നു നിന്നോർമ്മകൾ. പ്രിയപ്പെട്ട ഷുക്കൂർ, പട്ടുവം പഞ്ചായത്ത് MSFൽ പ്രവർത്തിച്ചിരുന്ന കാലം കുരുന്നുകൂട്ടം, ചങ്ങാതിക്കൂട്ടം, ചുവപ്പ് കോട്ടയിൽ ഹരിതാപം വിതറിയ നാൾ, റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ വിദ്യാർത്ഥി കൂട്ടായ്മ, ഇങ്ങനെ ഓരോ പരിപാടിയും ആസൂത്രണം ചെയ്യുമ്പോൾ ഷുക്കൂർ കാണിച്ച ആവേശം, അതിനപ്പുറം അവൻ കാണിച്ച ജാഗ്രത. ഏതു പരിപാടിയുടെയും നോട്ടീസ് ഒട്ടിക്കുവാൻ കൂട്ടുകാരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ വസിയത്ത് പോലെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. ആവേശം കാണിച്ച് കുഴപ്പം വരുത്തരുത്. മറ്റുള്ളവരുടെ നോട്ടീസിനു മീതെ നമ്മുടേത് പതിക്കരുത്. ചുകപ്പന്മാരെ ഉദ്ദേശിച്ചായിരുന്നു ആ വാക്കുകൾ. അപ്പോൾ ചില ആവേശമുള്ള കുട്ടികൾ മുറുമുറുക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രവർത്തനം, നമുക്ക് നമ്മുടെ പ്രവർത്തനം എന്നായിരുന്നു ഷുക്കൂർ പറഞ്ഞ നിലപാട്. പ്രിയ ഷുക്കൂർ, നിന്റെ നിഷ്കപടത നിറഞ്ഞ ആ കൽബിലേക്കാണ് അവസാനം കശ്മളർ കത്തിമുന കുത്തിയിറക്കിയത്, രക്തത്തിന്റെ ആർത്തി തീർത്തത്. ഇന്നിതാ നിന്റെ നിഷ്കപടത നിറഞ്ഞ കൽബിലെ അവസാന തേട്ടമാണ് നിന്നെ ഇല്ലാതാക്കിയവർക്ക് നേരെ കുന്തമുനയായി തിരിയുന്നത്. അരികിൽ പള്ളി ഖബർസ്ഥാനിൽ സുഗനേന്ദ്രിയിൽ കഴിയുന്ന ഷുക്കൂർ, മൈലാഞ്ചി മരം നിന്നോട് ഇക്കഥകൾ പറഞ്ഞു തരുന്നുണ്ടോ? ഇത്രയും കാലം ഒരു കൂസലും ഇല്ലാതെ സ്വൈര്യവിഹാരം നടത്തിയിരുന്നവർക്ക് ഇനിയുള്ള നാളുകൾ അത്ര സുഖകരമായിരിക്കില്ല. പച്ചപ്പാവത്തിനെ ക്രൂരമായി ഇല്ലാതാക്കിയതിൻ്റെ മറക്കാനാവാത്ത നോവുപേറി നടക്കുന്ന ആയിരങ്ങളുടെ കണ്ണീർ ചാലിച്ച പ്രാർത്ഥന ഇവരെ പിന്തുടരുക തന്നെ ചെയ്യും. നാഥ, പ്രിയ ഷുക്കൂറിനോടൊപ്പം ഞങ്ങളെയും നിന്റെ അനുഗ്രഹം കൊണ്ട് സമ്പന്നമായ സ്വർഗീയാരാമത്തിൽ പ്രവേശിപ്പിക്കണമേ. ആമീൻ. പ്രിയ ഷുക്കൂറിൻ്റെ മരിക്കാത്ത ഓർമ്മകൾ നിങ്ങളുടെ ഹൃദയത്തിലെത്തിച്ചത് ഷഫീഖ് വെള്ളിക്കലിൻ്റെ രചനയിലൂടെ മുഹമ്മദ് റാഫി